സിംഹവേഷം ധരിച്ചതും നിന്നെ രക്ഷിപ്പതിനായിട്ടു ദൈവം അന്നീ വണ്ണം ഭവിക്കുന്ന സങ്കടം ഒന്നും നീയെ തീർത്തു ലോകങ്ങൾ പാടുകാരുണ്യം കലർന്നവരാണ് ത്രിലോകത്തിങ്കൽ നാഥ പ്രസിദ്ധമേ. മമ കേവലം എപ്പോഴും ഉൾപോകൽ മംഗളധരാവരെ മംഗളമൂർത്തേ നമസ്തേ നമോ നമ ശർക്കപാടേ നമസ്തേ നമോസ്തുതേ സച്ചിന്മയായ നമസ്തേ നമോസ്തുതേ വിശ്വവന്ദ്യ നമസ്തേ നമോ നമ സത്യസ്വരൂപായ നിത്യം നമോ നമ നിത്യായ നിഷ്ഠിശനാഥായ തേ നമ വേദാന്തവിദ്യായ വിഷ്ണവേ തേ നമോ വേദസ്വരൂപായ നിത്യം നമോസ്തുതേ വേദസ്വരൂപായ നിത്യം നമോസ്തുതേ വേദസ്വരൂപായ നിത്യം നമോസ്തുതേ. ഇത്തരം ചൊല്ലിസ്തുതിച്ചാൽ പലതരം ഉത്തമനായ ഒരു ഭക്ത ജനോത്തമൻ ഭക്തപ്രിയൻ അരുളിൽ ചെയ്തപ്പെടുത്തമനായ പ്രഹ്ലാദനോടാദരാൽ നിത്യവീർ സ്തോത്ര വേദാന്ത സമേതമത്യന്ത ശുദ്ധനായുള്ള ദിനോത്തമൻ സദ്യോജമിക്കുന്നവൻ എന്റെ സാഹിത്യമധ്യാപവിക്കും അതിനില്ല സംശയം. എന്തൂ വരന്തം വേണ്ടത് ചൊൽകനെ സന്തോഷമോടെ തരുന്നത് കൊണ്ട് ഞാൻ എന്നത് കേട്ടു തൊഴുതു തൊഴുതുടൻ മന്ദം മന്ദം പറഞ്ഞിടിനാൻ അതരാ കാമരാഗദ്വേഷമത്സരാന്തികളാൽ ആമയം കൂടാതിരിക്കണം വിഭോ. നിന്നുടെ താതരുള്ളൊരു ദുരിതങ്ങൾ നിന്നുടെ കാരുണ്യമോട് തീർക്കണം. ഇത്തരം ചൊന്നത് കേട്ടൊരു നേരത്തെ ചിത്തം തെളിഞ്ഞരുൾ ചെയ്തു ഭഗവാനും നിന്നുടെ താതനും നിന്റെ പിതൃക്കളും നിന്റെ വിശുദ്ധരാൻ നിന്നുടെ കാരണം എന്നതു കേട്ടു ശേഷക്രിയ ചെയ്തത് തന്നുടെ താത സംസ്കാരാദി സർവം പിന്നെ ആസുരാധിപത്യ അഭിഷേകം നന്നായി കഴിച്ചതു നിങ്ങളുടെ ഭക്തനായി മന്നത്തരം വാഴുകയും മഹാമനെ നിർമ്മലാത്മാവേ പുരുഷാർത്ഥം എന്നറിവ് ചെയ്ത് ശീഘ്രം പറഞ്ഞതെന്നായി ചതുർമുഖാന്യന്മാരുമായി മുതാ കേൾക്കനരേന്ദ്ര നരഹരി സൽക്കഥ കേൾക്കുകയും ഓർക്കുകയും ചെയ്യും. ജനത്തിന്റെ കൽമശോകങ്ങൾ സമസ്തം നശിച്ചു പോകും. നിർമ്മല ഭക്തിയും മുക്തിയും സിദ്ധമാം സാക്ഷാൽ പരബ്രഹ്മമൂർത്തി സർവാത്മകൻ മോക്ഷതരംഗം പരിപൂർണം എന്ന് ഉള്ളത് ഉള്ളിൽ അറിയാതെ മാമനിമാർ മറ്റുള്ളവരും തിരയുന്നവർ ബ്രഹ്മം ബ്രഹ്മാദികൾക്കും അവരുടെ മഹാപൂജ്യം നിർമ്മലൻ മായ മനുഷ്യനായ കൃഷ്ണനായി നിന്നുടെ ബന്ധുവായി വിഷ്ണുഭാഗം കൃഷ്ണൻ ഇന്ന് നമുക്ക് പ്രസാദിക്ക വേണമേ. ഭഗവാനേ നാരായണ കൃഷ്ണനായി വിഷ്ണുവായുള്ളൊരുവൻ മുന്നം സ്ഥാനവാമീശന്റെ കീർത്തി വർദ്ധിപ്പിച്ചുമായ മയനാൽ ഇതെന്നു കേട്ടായത് കേൾക്കണമെന്ന് വന്ദിച്ചു ചോദിച്ച നേരം മുനീന്ദ്രനം നഞ്ചിച്ചു. തദ്വൃത്തമെല്ലാമനോ ചെയ്ത് പണ്ട് ദേവാസുരകാലം ചെന്നു മയനെ അപേക്ഷിച്ചു നേരമെന്ന് മയൻ മഹാമായയാൽ അന്ന് മയൻ മഹാമായയാൽ ആരുമേ കാണാതെ വൈമാനതുല്യമസുരകൾ മാനസചിന്തയെ പോലെ നടന്നീടും ദിവ്യപുരം സുവർണത്താൽ
രജതത്താൽ മൂന്നാമത് ഇരുമ്പാലത് നൽകിനാൻ ആയുധലേറെ നടന്ന രസകരമായ യുദ്ധത്തിനോട് ഒന്നിച്ച് മുക്കണ്ണനും മുകുന്ദൻ താരമായി കൂടി എന്തിനേ വേണ്ടതെന്നോർത്ത് സമ്പാദിച്ചു. കേട്ടപ്പോഴെല്ലാം നിലച്ച് പരമേശൻ ചൊന്നാൽ കൊല്ലുവൻ ഞാൻ ജന്മാനെ വേഗമെന്നുല്ലാസമൂലം വില്ലും തിരിച്ചു വൈമാറ്റിമാ വസ്ത്രശസ്ത്രങ്ങൾ വർഷിച്ചതേ സൂര്യരശ്മി പ്രായം വസ്ത്രങ്ങളേൽക്കിയാൽ പാരം പരവശപ്പെട്ട അസുരാന്യൻ ചെന്നമയനെ ശരണം ജനിച്ചത് അങ്ങ് അന്നേരമാശുമയൻ മായ ഒരു നിർമ്മലമാ അമൃത തടാകത്തെ തന്മായ അദൃശ്യമരികൾക്കും ആരുമേ വന്ന് കിടക്കാതിരിപ്പാനും ഭാരം ഉറപ്പിച്ചു കാക്കും അസുരനും ചത്തോരോ അസുരയുക്തമായ താഴ്ത്തിയിടുമ്പോൾ കഠിന ശരീരനായി മേഘഗംഭീരയായി ശബ്ദിച്ചു മിന്നൽ പോലെ ആഘോഷമോട് വന്ന് അവൻ ചെയ്തത് കണ്ട് ശിവന്റെ സന്തോഷം കുറഞ്ഞത് കണ്ട് മുഖത്തിൽ വിരവുമായി മത്സമയം കൊടുത്തിട്ട് ചെന്ന് അമ്മയുടെ മായാജലഭാവിയിൽ നിന്ന് നിർവാണം തുടങ്ങിയിടാർ. നാരായണൻ തന്റെ ബലത്തിനാൽ വൈദികളായ രസനത്തിനും ബുദ്ധിയില്ലാതെ മോഹിച്ചു നിന്നിരുന്നാൽ ആ സമയം ജലം ആ പശു സുഗുരുവും ഒത്തും കുടിച്ച് അറുത്തെങ്കിലോ തൻകൂടി യുദ്ധം കണ്ടു നിന്നിരുന്നാൽ മോദേന എന്നത് നേരം അസുരവരന്മാരിക്കുന്നതയോടെ ആ മയനോടവസ്ഥകൾ ചന്ദ്രിച്ചു. ഒരു നേരം മയൻ ചൊന്നാൽ ഇന്നിത് ദൈവമാകുമെന്ന് കോപിച്ചു. ശങ്കരൻ തത്വവും വൈഭവാൻ പാപികളായ ശ്രീലത്തെ മൂന്ന് മൃഗത്തെ നേത്രാക്കി കൊണ്ടണം നന്നായി ജയിപ്പിച്ചീശ്വരൻ ഈശ്വരൻ. അന്ന് ത്രിപുരാരി എന്ന നാമത്തെയും ബന്ധിച്ചവർക്ക് സ്തുതിച്ചതെല്ലാവരും പിന്നെ അപരവർത്തത്തിലേക്ക് ചെന്ന് സുഖിച്ചു വസിച്ചാരവരും ചിന്മയൻ ദൈത്യാരിതൻ മഹാമായ നമ്മാലവർണ്ണിവെന്നേ പറയാമല്ലോ. ഏവൻ ത്രിപുരി സംഹാരം കഴിപ്പിച്ചു. കേവലൻ എന്ന് കേട്ട് ഒരു നരോത്തമൻ ചോദിച്ചവന്റെ വർണ്ണാശ്രമധർമ്മത്തെ മോദമോടെ എല്ലാം അരുൾ ചെയ്തത് മാമുനി. മുന്നോ ബദരിയാശ്രമത്തെ ഞാൻ ചെന്നിട്ട് വന്ദിച്ചു. നാരായണനോട് ഇതുപോലെ ചോദിച്ചു. നേരം എനിക്ക് നാരായണൻ മോദാടൻ ചെയ്തത് ചൊല്ലുന്നു ഞാൻ. നിർമ്മല വർണ്ണാശ്രമസ്ഥിതികൾ നിർമ്മലാത്മാ ഭഗവാൻ പ്രസാദിക്കുന്നു. സർവജനത്തിനും വേണ്ടുന്നത് മുന്നിൽ സർവപ്രധാനമാകുന്ന സത്യം ദയ പിന്നെ തടസ്സം ശുചി രക്ഷാതത നന്നായി ശമവും ദേവവും ഉണ്ടാകണോ. നല്ലോരഹിംസാത്യാഗം ബ്രഹ്മചര്യവും നല്ല സ്വാധ്യായവും മാർഗവും സന്തോഷം സ്വാമിത്വം സേവനം അദ്വൈതമാഞ്ചേ ആത്മവിചാരം മൗനം ജന്തുഷൂതയ അന്നദാനേച്ഛയും ദേവതാത്മാബുദ്ധി നന്നായി ശ്രവണവും കീർത്തനം എന്നിവ തന്നുള്ളിലോർക്കെ സജ്ജന സംഗമം യജ്ഞവും ബന്ധനം നഗര വിജ്ഞാനികളും ദാസ്യം ബ്രഹ്മണ്യർപ്പണം. ഇങ്ങനെ 30 വൃത്തി മനുഷ്യർക്ക് മംഗളാത്മാഭഗവൻ പ്രസാദത്തിന് കാരണമെന്ന് ധരിക്കാം. മഹാമതേ ആരോഗ്യം ഉത്തമം മന്ത്ര സംസ്കാരം സദ്യചിത്വം പിന്നെ അന്തർവിനയവൃത്തി യാഗവും സൽക്കർമ്മങ്ങളായിട്ടുള്ള ഒരു വൃത്തിയാവുന്നതും പിന്നെ വിചിത്രകഥനം വൃത്തി നന്നായി അനുഗ്രഹിച്ചിടുകയെന്നതും വ്യാജം അസത്യവും വാണിഭം നായാട്ടം നീരാശ്രയം രാജസേവാചനം നിന്ന ആചരിച്ചേരുന്നത് ജാതികൾ വേദപ്രകാരം നിർബന്ധേവനെന്നതും ബോധം ശമം ധനം ശൗചം ക്ഷമ തപസ് ആർജവം ജ്ഞാനം ദയാഭി അക്ഷരാത്മനാസ്മൃജരഭോജ സത്യം വിപ്രലക്ഷണോ ശൗര്യം വീര്യം കൃതി തേജസ്സും ധ്യാനവും ഇന്ദ്രിയ നിഗ്രഹം ആത്മജയം ക്ഷമ ബ്രഹ്മണ്യത പ്രസാദം സമ്മതം ക്ഷത്രിയ ലക്ഷണമേവകം ദേവഗുരുമക്ഷുതേ ഭക്തി ത്രിവർഗ സന്തോഷമാസ്തിക്ക് ഉദ്യോഗം നിപുണത വൈശ്യരുടെ ലക്ഷണേ വന്ദനം ശൗചം സ്വാമി സേവനേ മന്ത്രമില്ലാത്ത സൽക്കർമ്മങ്ങൾ സത്യവും അന്തരാഭക്തി കളവ് കൂടാതെ ഓരക്ഷയും കൃഷിയും വാണിഭം
ഈ വക നേരോട് ചെയ്യുക. ശൂദ്രന്റെ ലക്ഷണം പത്തന രക്ഷാദ്യ അലങ്കരണത്തോടും നിത്യ ഉപകരണത്തോട് വാഴുക. ഭർത്തൃകൃതം വണക്കം വണക്ക സത്യം മിഥ്യാമതിന്യ പ്രേമം ഭർത്തൃ ശുശ്രൂഷ സന്തോഷം ശ്രദ്ധ ഉത്തമ സാമർഥ്യം ഉത്തമ ധർമ്മം ജ്ഞാനവും സത്യമായി മോദവാക്കും രവിയാകിയ ശ്രദ്ധയും ഖേദമെന്നേ സിദ്ധതയും അയോഗ്യര പുരുഷന്മാരെ പരിഗ്രഹിക്കാകെ നാരായണ സമന്വത്താവിതെന്നതും ചിത്തേ വണ്ണമുള്ള ഒരു കരുണിമാർ മുഖിരിയെ വന്ന് ചൊല്ലുന്നു വേദം ശങ്കരചാരികൾക്കുള്ള കണം ചൊല്ലാം പങ്കവന്റെ തത്വജാത്യാചാരങ്ങളും ചെയ്യുകയും ബ്രാഹ്മണരോടുള്ള ചേർച്ചയും ചെയ്ത് സ്നേഹവും അസത്യങ്ങളും മംഗളമഗ്നേനഭക്തരായി വന്നുകൂടുന്നത് ബ്രഹ്മചര്യത്തിനായി ചെന്ന ഗുരുവിനെ നിർമ്മല ഭക്തനായി സദ്ഗുരു ഭക്തനായി അല്പനകമെന്ന ഭക്തനായി ശാന്തനായി ഉൾപൂപനേറ്റവും സദ്ഗുരുബന്ധുമായി സന്ധികളിൽ ഗുരു അവർക്ക് അഗ്നിഭൂസുരൻ ഉദ്ദേശത്തെയും വന്നിച്ച് ബ്രഹ്മമോഹമെന്ന് നിലച്ചു ജപം ചെയ്ത വേദങ്ങൾ നന്നായി പഠിച്ചു വഴിയുടെ സ്വാധ്യായവാൻ വന്ദനം ചെയ്യുക. പാഠാദ്യന്തം ഗുരു തന്നെ സജ്ജനമായുള്ളവരെ വസ്ത്ര ആജീവനത്തിന്റെ മേഖലയും ജലയിത്രയും നല്ല ഗുരുദർഭയം നന്നായി ധരിച്ച് ഉദയാസ്തമയങ്ങളിൽ ചെന്നുതാൻ ഭിക്ഷേ എടുത്തു ഗുരുവിനെ ബന്ധിച്ചു മോചിച്ചു. സദ്ഗുരു രാജ്ഞ നന്നായി താൻ കൈപിടിക്കുകയും നന്നായി സുശീലനൻ നല്ല മണികളെ മുന്നിലും കാണാതെ തൽക്കതി ഓർക്കാതെ വാണിയുടെ വേണമെല്ലാങ്കിൽ രാജ്യകടം കാണിക്ഷണം അക്ഷീരത്തിൽ കണക്കില്ലേ. ഹരിയോം. സുഹൃത്തുക്കളായ സജ്ജനങ്ങളെ, നമ്മുടെ ക്ഷേത്രത്തിൽ സമാചരിച്ചു വരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞാനയജ്ഞത്തിൻ്റെ പരമപ്രധാനമായ രണ്ടാം ദിവസമായിരിക്കുന്ന ഇന്ന് ധന്വന്തരി ഹോമം ആരംഭിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് വന്ന് അധ്യക്ഷ ദേവതയെ കൽപ്പിച്ച് വെച്ചിരിക്കുന്ന ദീപത്തിന് സമീപത്തിൽ നിങ്ങൾക്ക് എല്ലാവരും എഴുന്നേറ്റ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എല്ലാവർക്കും പുഷ്പം തരാം. അല്ലെങ്കിൽ നിൽക്കണം, ഇവിടെ ഇങ്ങനെ നിൽക്കും. ഏക്കിലല്ല. എല്ലാവരും പുഷ്പം വാങ്ങിച്ച് തൊഴുതിരിക്കുക. ധന്വന്തരി ഹോമം പൗഷ്ടിക കർമ്മമായിട്ടാണ് ആചാര്യന്മാർ കൽപ്പിച്ചിരിക്കുന്നത്. ശാപകാമാദി ദോഷങ്ങളെല്ലാം ഒഴിഞ്ഞ ജീവിത സുഖം ഉണ്ടാകുവാൻ ധന്വന്തരി മൂർത്തിയെ ആശ്രയിക്കുവാൻ പുരാണങ്ങളും സ്മൃതികളും ഉദ്ഘോഷിക്കുന്നു. എല്ലാവരും നല്ലതുപോലെ പ്രാർത്ഥനയോടുകൂടി പൂജയുടെ ഭാഗമാകുക. കലശത്തിങ്കൽ ധന്വന്തരി മൂർത്തിയെ പൂജിച്ചു. തുടർന്ന് ആ ചൈതന്യത്തെ അഗ്നിയുമായിട്ട് അനുസ്മരിച്ചുകൊണ്ട് ദ്രവ്യങ്ങളെ ഹോമിക്കുകയും കുറച്ചുകൂടെ അങ്ങോട്ടും നീങ്ങണം. അപ്പഴേ സ്ഥലമുണ്ട്. നാം എല്ലാം ചേർന്നുകൊണ്ടാണ് ധന്വന്തരി ഹോമം സമർപ്പിക്കുന്നത്. അതിവിശിഷ്ടവും വളരെ പ്രാധാന്യമുള്ള ഹോമ പദ്ധതിയാണ് ധന്വന്തരി ഹോമം. എല്ലാവരും പുഷ്പം വാങ്ങിച്ച് തൊഴുതു പിടിക്കുക. നല്ലതുപോലെ പ്രാർത്ഥിക്കുക. ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഒഴിഞ്ഞ് ഐശ്വര്യസമ്പൂർണമായിരിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകണേ എന്ന് എല്ലാവരും നല്ലതുപോലെ പ്രാർത്ഥിക്കുക. എല്ലാവരും പറഞ്ഞു തരുന്നത് പോലെ പറയുക. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശിവം
ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം മമ ബുദ്ധി പ്രകാശായ ദീപജ്യോതിർ നമോ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആദിദേവ നമസ്തുഭ്യം പ്രസീദ മമ ഭാസ്കര ദിവാകര നമസ്തുഭ്യം പ്രഭാകര നമസ്തുതേ. ഓം ശ്രീമൻ മഹാഗണാധിപതേ നമഃ. ഓം കുലദേവതാഭ്യോ നമഃ. ഓം വാസ്തുദേവതാഭ്യോ നമഃ. ഓം സ്ഥാനദേവതാഭ്യോ നമഃ. ഏതൽ കർമ്മ പ്രധാന ദേവതാഭ്യോ നമഃ. ആദിത്യാദി നവഗ്രഹ ദേവതാഭ്യോ നമഃ. തഥൈവ ലഗ്നം സുദിനം തഥൈവ താരാബലം ചന്ദ്രബലം തഥൈവ വിദ്യാബലം ലക്ഷ്മീപതേ അംഗ്രിയുഗ്മം സ്മരാമി അപവിത്രോ പവിത്രോപ സർവാവസ്ഥ ഗതോമിവ യസ്മരേ പുണ്ഡരീകാക്ഷം സബ്ബാഹ്യ ആഭ്യന്തര ശുചിഃ മാനസം വാചികം പാപം കർമ്മണ സൗപാർജിതം ശ്രീരാമ സ്മരണേനൈവ ദവേഹിതി ന സംശയ മമ ഉപാത്ത പാപക്ഷയാർത്ഥം ശരീരാധി സപ്ത ശുദ്ധ്യർത്ഥം അസ്മിൻ തീർത്ഥേ മധ്യാഹ്ന സ്നാനം അഹം ഗരീഷി ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേ അസ്മിൻ സന്നിധിം കുരോ ശോഭനേ മുഹൂർത്തേ ആദിബ്രഹ്മണ ദ്വിതീയവരാർത്ഥേ ശ്വേത വരാഹകൽപേ വൈവസ്വത മന്വന്തരേ കലിയുഗേ പ്രഥമപാദേ ജംബൽദ്വീപേ ഭാരതവർഷേ ഭാരതഖണ്ഡേ മേരോः अस्मिन् वर्तमान व्यापकारिः शुभनाम संवत्सरे शुभ अयने शुभ ऋतो शुभ मासे शुभ पक्षे शुभ नक्षत्रे शुभ करणे शुभ नाम चंद्रार्क नित्य योगी मम क्षेमस्थैर्य वीर्य विजय आयुर आरोग्य ऐश्वर्याधीन उत्तरोत्तर अभिवृद्ध्यर्थम ग्रहपीड़ा शांत्यर्थम सकुटुंबाना अष्टैश्वर्य सिद्ध्यर्थम धन्वंतरि होमेव प्रारंभम
കരീഷി തതുപരി ധന്വന്തരി അഷ്ടോത്തര സമൂഹ അർച്ചനായ പ്രാരംഭം കരീഷി. ഓം അപസർപ്പന്തു തേ ഭൂതാന ഏ ഭൂതാന ഭൂമി സംസ്ഥിത വിഘ്നകർത്താര നശ്യന്തു ശിവാജ്ഞയ അപക്രായന്തു ഭൂതാന പിശാച സർവതോ ദിശ അഭിരോധേന സർവകർമ്മ സമാരഭേ സർവകർമ്മ സമാരഭേ സർവകർമ്മ സമാരഭേ. ദൈവമേ സച്ചിദാനന്ദ ദൈവമേ ഭക്തവത്സല ദൈവമേ തപകാരുണ്യം ദീർഘകാലം വരേണമേ. എല്ലാവരും നല്ലതുപോലെ പ്രാർത്ഥിച്ച് യജമാനാകുന്ന പ്രസിഡന്റ് പുഷ്പം സമർപ്പിച്ചതിന് ശേഷം പുരുഷന്മാരായിട്ടുള്ള ഭക്തജനങ്ങൾ പുഷ്പം സമർപ്പിക്കാൻ തുടർന്ന് അമ്മമാര് അവിടെ കർമ്മസാക്ഷിയിലേക്ക് കൊളുത്തിവെച്ചിരിക്കുന്ന ആ ദീപത്തിന് ചുവട്ടിലേക്ക് ആ പുഷ്പം സമർപ്പിക്കുക. ആദ്യം പ്രസിഡന്റ് സമർപ്പിക്കുക, തുടർന്ന് പുരുഷന്മാരെ സമർപ്പിക്കുക. അതിനുശേഷം അമ്മമാര് പുഷ്പം മരണത്തിന്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കുക. സുഹൃത്തുക്കളായ സജ്ജനങ്ങളെ, ധന്വന്തരി ഹോമം ശാലയിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി ആരെങ്കിലും ധന്വന്തരി ഹോമത്തിന്റെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ എത്രയും പെട്ടെന്ന് നാമനക്ഷത്രാധികാരി നമ്പർ ചെയ്തെടുത്ത് അതിന്റെ ഭാഗമാകുക. ധന്വന്തരി ഹോമത്തിന് പേര് നൽകിയിട്ടുള്ള സജ്ജനങ്ങളുടെ പേര് വിവരങ്ങൾ ഇവിടെ വായിക്കും. പേര് വിളിക്കുമ്പോൾ സജ്ജനങ്ങൾ അവിടുന്ന് തട്ടങ്ങൾ എടുത്ത് അവിടുന്ന് യജമാനായ പ്രസിഡന്റ് തട്ടങ്ങൾ എടുത്തു തരും. അത് വാങ്ങിച്ച് യഥാവിധി സ്വസ്ഥമായ സ്ഥാനത്ത് ഇരിക്കണം എന്ന് അറിയിക്കുന്നു. ചതയം, ഗിരിനാഥം, ഭരണി, വേണപ്പൻ നായർ, മകയിരം, ആര്യവി നായർ, വിശാഖം ശ്രീകുമാർ, ഉത്രാടം അങ്കിത ഏജൻ, രേവതി ബിന്ദു, രോഹിണി ഷേർലി, ഉത്രം വിജയലക്ഷ്മി, അവിട്ടം ചന്ദ്രൻ, ചതയം ശശികുമാർ, തിരുവോണം അശ്വതി കുമാർ, കാർത്തിക രഞ്ജിത് കുമാർ, ഉത്രട്ടാതി സരസ്വതി അമ്മ, ചോതി ശാന്തകുമാരി, പൂരം ശ്രീജ, ഉത്രാടം ശ്രീനിവാസൻ, തിരുവോണം അശ്വിനി കുമാർ, മൂലം കൃഷ്ണകുമാർ, ചതയം സുദേവൻ, തൃക്കേട്ട സുജാത, ചിത്തിര വേണുഗോപാലൻ, ചതയം ശോഭന, കാർത്തിക വൈഷ്ണവല്ല, ചതയം ഐശ്വര്യ, പൂരം ഋതു, രേവതി ഉഷ, രേവതി മാലിനി അരുൺ, അശ്വതി അമ്പാടി, അത്തം നിർമ്മലകുമാരി, തിരുവാതിര ധിനി, അശ്വതി സുരേഷ്, അവിട്ടം സുകുമാരൻ നായർ, അത്തം നിർമ്മലകുമാരി, അശ്വതി അമ്പാടി, തൃക്കേട്ട സുമേഷ്, തിരുവാതിര ധിനി, ഉത്രം സുകേഷ്, അനിരം
തക്ഷി, ചിത്തിര പാർവതി, പുത്രം അഞ്ജലി വിഘ്നേഷ്, തൃക്കേട്ട ലതകുമാരി, അശ്വതി ശാന്തകുമാരി, ഭരണി സൂരജ്, ചോതി സജീവ്, മകം സമൃദ്ധ, തിരുവാതിര സൗമ്യ, മൂലം സൗരവ്, ചതയം ക്ഷീണ, തൃക്കേട്ട ശൈലജ, മകം രത്നാകരൻ നായർ, അത്തം ഉമാദേവി, തൃക്കേട്ട ശ്രീകല. എല്ലാവരും യഥാവിധി സ്വസ്ഥമായ സ്ഥാനത്തൊക്കെ ഇരിക്കുക. തട്ടം ഇടത് കൈയിൽ വെച്ച് വലത് കൈ കൊണ്ട് ആ തട്ടത്തെ അടച്ചു പിടിക്കുക. ഇനി ആരെങ്കിലും നാമനക്ഷത്രങ്ങൾ പ്രചരിച്ചെടുത്തിട്ട് അവർക്ക് തട്ടം കിട്ടിയില്ലെങ്കിൽ ഇവിടെ പ്രസിഡന്റ് ഉണ്ട്, അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി. എല്ലാവരും ഇവിടുന്നേ കസേരയിട്ട് അങ്ങനെ ലാസ്റ്റ് വരെ പോയിട്ട് ഇങ്ങനെ വരണം. കാരണം അല്ലെങ്കിൽ സ്ഥലം കിട്ടുന്നില്ല. 50 പേർക്ക് ഇരിക്കണം. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക, പങ്കുചേരുക, കസേരയിട്ട് ഇരുന്നോണം. ദർശനം ഇങ്ങോട്ടായിരിക്കണം. അവിടെ ഇരുന്നൂടാ, ഇരുന്നൂടാ, ഇങ്ങോട്ട് പോണ്ട, കുറച്ച് വഴി വിട്ടിട്ട്. അതെ അതിനും സൗകര്യം തന്നെ. സോറി പറ്റിയ സ്ഥലമുണ്ട്, നമ്മൾ ആടിപ്പോലും ഫുള്ളായിട്ട് കിടക്കുന്നത്. ഇനി ആരെങ്കിലും ഇതിന്റെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ നക്ഷത്രാധികാരികൾ പറഞ്ഞ രസീതെടുത്ത് അതിന്റെ ഭാഗമാകണം എന്ന് അറിയിച്ചു കൊള്ളുന്നു. എല്ലാവരും ഇടത് കൈയിൽ തട്ടം വെക്കുക, വലത് കൈ കൊണ്ട് തട്ടം അടച്ചു പിടിക്കുക. ഇടത് കൈയിൽ തട്ടം വെച്ച് വലത് കൈ കൊണ്ട് തട്ടത്തെ അടച്ചു പിടിക്കുക. ഓരോ മന്ത്രങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴും ഓം ധന്വന്തരമൂർത്തിയെ നമഃ എന്ന മന്ത്രത്തെ എല്ലാവരും ജപിക്കും. ധന്വന്തരി ഹോമം അപൂർവമായി നടക്കുന്ന ഹോമ പദ്ധതിയാണ്. വളരെയധികം പ്രാധാന്യം തന്ത്രശാസ്ത്രം ധന്വന്തരി ഹോമത്തിന് കൽപ്പിച്ചിട്ടുണ്ട്. നമുക്കുണ്ടാകുന്നതായ സാപതാപാദി ദോഷങ്ങളെല്ലാം മാറുന്നതിന് ഉത്തമ പരിഹാരമായിട്ടാണ് ധന്വന്തരി ഹോമത്തെ കൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ അറിവിന്റെയോ അറിവിൽപ്പെടാതെയോ ശാപങ്ങൾ നമുക്ക് വന്നു ചേരാൻ, ആ ശാപങ്ങളെല്ലാം ഒഴിയുന്നതിനായിട്ടാണ് ധന്വന്തരി മൂർത്തിയെ
ആരാധിക്കും. ഓരോ മന്ത്രങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴും ഓം ധന്വന്തരമൂർത്തി എന്ന മന്ത്രത്തെ ജപിക്കണം. ഓം ധന്വന്തരമൂർത്തേ നമഃ. ഉറക്കെ ജപിക്കുന്ന ആൾക്കല്ല പുണ്യം, കേൾക്കുന്ന ആൾക്ക്. എന്റെ അടുത്തിരിക്കുന്നവർക്ക് പുണ്യം കിട്ടണ്ട എന്നുള്ള വിദ്യയിലാണ് പെയ്യ ജപിച്ചത്. എന്റെ അടുത്തിരിക്കുന്നവർ പെയ്യ ജപിച്ചാൽ ഓർത്തോണം എനിക്ക് പുണ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇവള് പെയ്യ ജപിക്കുന്നത്. ഓർത്തോണം, ഇതിൽ ഉറക്കെ ജപിക്കണം. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ചതയം നക്ഷത്രജാതസ്യ ഗിരിനാഥനാമതേ പുരുഷസ്യ ഭരണി നക്ഷത്രജാതസ്യ വേണപ്പണ്ണായർ നാമതേ പുരുഷസ്യ മകീരം നക്ഷത്രജാതസ്യ ആര്യാഭി നായർ നാമസ്യ ശ്രീയാഹ വിശാഖം നക്ഷത്രജാതസ്യ ശ്രീകുമാർ നാമതേ പുരുഷസ്യ ഉത്രാടം നക്ഷത്രജാതസ്യ അംഗീത നാമസ്യ ശ്രീയാഹ സകുടുംബാനാം സർവദുരിതക്ഷയാർത്ഥമായുരാരോഗ്യ സിദ്ധ്യർത്ഥം ഗ്രഹപ്പിഴ ശാന്ത്യർത്ഥം സമസ്ത ദോഷ പരിഹാരാർത്ഥം സാവധാപദോഷ നിവർത്യർത്ഥം ഓം നമോ ഭഗവതേ വാസുദേവായ അമൃതകലശഹസ്തായ ധന്വന്തരി സർവാമയ വിനാശനായ വിഷ്ണുവേ മഹാവിഷ്ണുവേ ഹും വത് സ്വാഹ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം രേവതി നക്ഷത്രജാതസ്യ ബിന്ദു നമസ്യ ശ്രീയാഹ രോഹിണി നക്ഷത്രജാതസ്യ ശൈലി നമസ്യ ശ്രീയാഹ ഉത്രം നക്ഷത്രജാതസ്യ വിജയലക്ഷ്മി നമസ്യ ശ്രീയാഹ അവിട്ടം നക്ഷത്രജാതസ്യ ചന്ദ്രൻ നാമധേയ പുരുഷസ്യ ചതയം നക്ഷത്രജാതസ്യ ശശികുമാർ നാമധേയ പുരുഷസ്യ സുകുടുംബാനാം സർവദുരിതക്ഷയാർത്ഥമായുരാരോഗ്യ സിദ്ധ്യർത്ഥം ഗ്രഹപ്പിഴ ശാന്ത്യർത്ഥം സമസ്ത ദോഷ പരിഹാരാർത്ഥം സാവധാപദോഷ നിവർത്യർത്ഥം ജാതകദോഷ പരിഹാരാർത്ഥം ഓം നമോ ഭഗവതേ വാസുദേവായ അമൃതകലശഹസ്തായ ധന്വന്തരി സർവാമയ വിനാശനായ വിഷ്ണുവേ മഹാവിഷ്ണുവേ ഹും വത് സ്വാഹ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. തിരുവോണം നക്ഷത്രജാതസ്യ അശ്വിനി കുമാർ നാമധേ പുരുഷസ്യ കാർത്തിക നക്ഷത്രജാതസ്യ രഞ്ജിത് കുമാർ നാമധേ പുരുഷസ്യ ഉത്രട്ടാതി നക്ഷത്രജാതസ്യ സരസ്വതി അമ്മ നാമസ്യ ശ്രീയാഹ ചോതി നക്ഷത്രജാതസ്യ ശാന്തകുമാരി നാമസ്യ ശ്രീപൂരം നക്ഷത്രജാതസ്യ ശ്രീജ നാമസ്യ ശ്രീയാഹ സകുടുംബാനാം സർവദുരിതക്ഷയാർത്ഥമായുരാരോഗ്യ സിദ്ധ്യർത്ഥം ഗ്രഹപ്പിഴ ശാന്ത്യർത്ഥം ഓം ശ്രീവാസുദേവായ ത്രൈലോക്യ പരിപൂരിതായ സർവൗക്ഷനിവാസകായ അമൃതകലശഹസ്തായ ധന്വന്തരി സർവാമയ വിനാശനായ വിഷ്ണുവേ മഹാവിഷ്ണുവേ ഹും വത് സ്വാഹ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഉത്രാടം നക്ഷത്രജാതസ്യ ശ്രീനിവാസൻ നാമധേ പുരുഷസ്യ തിരുവോണം നക്ഷത്രജാതസ്യ അശ്വിനി കുമാർ നാമധേ പുരുഷസ്യ മൂലം നക്ഷത്രജാതസ്യ കൃഷ്ണകുമാർ നാമധേ പുരുഷസ്യ ചതയം നക്ഷത്രജാതസ്യ വസുദേവൻ നാമധേ പുരുഷസ്യ തൃക്കേട്ട നക്ഷത്രജാതസ്യ സുജാത നാമസ്യ ശ്രീയാഹ
സകുടുംബാനാം സർവ്വദുരിതക്ഷയാന്തമായുരാരോഗ്യം സിദ്ധ്യർത്ഥം ഗ്രഹപീഠശാന്ത്യർത്ഥം സമസ്തദോഷപരിഹാരാർത്ഥം ജാതകദോഷനിവർത്യർത്ഥം ഓം നമോ ഭഗവതേ വാസുദേവായ അമൃതകലശഹസ്തായ ധന്വന്തരി സർവാമയ വിനാശനായ വിഷ്ണുവേ മഹാവിഷ്ണുവേ ഹും ഫട് സ്വാഹാ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ചിത്തിര നക്ഷത്രജാതസ്യ വേണുഗോപാലൻ നാമതെ പുരുഷസ്യ ചതയം നക്ഷത്രജാതസ്യ ശോഭനനാമസ്യ സ്ത്രീയാഃ കാർത്തിക നക്ഷത്രജാതസ്യ വൈഷ്ണവലാൽ നാമതെ പുരുഷസ്യ ചതയം നക്ഷത്രജാതസ്യ ഐശ്വര്യനാമസ്യ സ്ത്രീയാഃ പൂരം നക്ഷത്രജാതസ്യ ഋതുനാമതെ പുരുഷസ്യ സകുടുംബാനാം സർവ്വദുരിതക്ഷയാർത്ഥമായുരാരോഗ്യം സിദ്ധ്യർത്ഥം ഗ്രഹപീഠശാന്ത്യർത്ഥം സമസ്തദോഷപരിഹാരാർത്ഥം ഓം നമോ ഭഗവതേ വാസുദേവായ ത്രൈലോക്യ പരിപൂരിതായ സർവോക്ഷനിവാസകായ അമൃതകലശഹസ്തായ ധന്വന്തരി സർവാമയ വിനാശനായ വിഷ്ണുവേ മഹാവിഷ്ണുവേ ഹും ഫട് സ്വാഹാ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. സുഹൃത്തുക്കളായ സജ്ജനങ്ങളെ, ഈ ആരെങ്കിലും ധന്വന്തരി ഹോമത്തിന്റെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് നാമനക്ഷത്രങ്ങൾ പറഞ്ഞ് ഇതിന്റെ ഭാഗമാകണം എന്ന് അറിയിക്കുന്നു. രേവതി നക്ഷത്രജാതസ്യ സുഷമാമസ്യ സ്ത്രീയാഃ രേവതി നക്ഷത്രജാതസ്യ മാലിനി അരുൺനാമധേയ നമോസ്യ സ്ത്രീയാഃ അശ്വതി നക്ഷത്രജാതസ്യ അമ്പാടി നാമധേ പുരുഷസ്യ അന്തം നക്ഷത്രജാതസ്യ നിർമ്മലകുമാരി നമോസ്യ സ്ത്രീയാഃ അവിട്ടം നക്ഷത്രജാതസ്യ സുമാരൻ നായർ നാമധേ പുരുഷസ്യ സകുടുംബാനാം സർവ്വദുരിതക്ഷയാർത്ഥമായുരാരോഗ്യം സിദ്ധ്യർത്ഥം ഗ്രഹപീഠശാന്ത്യർത്ഥം സമസ്തദോഷപരിഹാരാർത്ഥം ഓം ശ്രീ വാസുദേവായ ത്രൈലോക്യ പരിപൂരിതായ സർവോക്ഷനിവാസകായ അമൃതകലശഹസ്തായ ധന്വന്തരി സർവാമയ വിനാശനായ വിഷ്ണുവേ മഹാവിഷ്ണുവേ ഹും ഫട് സ്വാഹാ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. അശ്വതി നക്ഷത്രജാതസ്യ സുരേഷ് നാമധേ പുരുഷസ്യ തിരുവാതിര നക്ഷത്രജാതസ്യ ധിനി നാമസ്യ സ്ത്രീയാഃ ത്രികേട്ട നക്ഷത്രജാതസ്യ സുമേഷ് നാമധേ പുരുഷസ്യ ഉത്രം നക്ഷത്രജാതസ്യ സുകേഷ് നാമധേ പുരുഷസ്യ നിരം നക്ഷത്രജാതസ്യ ദക്ഷിണാമധേയ സകുടുംബാനാം സർവ്വദുരിതക്ഷയാർത്ഥമായുരാരോഗ്യം സിദ്ധ്യർത്ഥം ഗ്രഹപീഠശാന്ത്യർത്ഥം സമസ്തദോഷപരിഹാരാർത്ഥോ നമോ ഭഗവതേ വാസുദേവായ ത്രൈലോക്യ പരിപൂരിതായ സർവോക്ഷനിവാസകായ അമൃതകലശഹസ്തായ ധന്വന്തരി സർവാമയ വിനാശനായ വിഷ്ണുവേ മഹാവിഷ്ണുവേ ഹും ഫട് സ്വാഹാ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ചിത്തിര നക്ഷത്രജാതസ്യ പാർവതി നാമസ്യ സ്ത്രീയാഃ ഉത്രം നക്ഷത്രജാതസ്യ അഞ്ജലി വിഘ്നേശ നാമധേയ ത്രികേട്ട നക്ഷത്രജാതസ്യ ലതകുമാരി നാമസ്യ സ്ത്രീയാഃ അശ്വതി നക്ഷത്രജാതസ്യ ശാന്തകുമാരി നാമസ്യ സ്ത്രീയാഃ ഭരണി നക്ഷത്രജാതസ്യ സൂരജ നാമധേയ പുരുഷസ്യ സകുടുംബാനാം സർവ്വദുരിതക്ഷയാർത്ഥമായുരാരോഗ്യം സിദ്ധ്യർത്ഥം ഗ്രഹപീഠശാന്ത്യർത്ഥം
സമസ്ത ദോഷ പരിഹാരാർത്ഥം ഓം ശ്രീ വാസുദേവായ ത്രൈലോക്യ പരിപൂരിതായ സർവൗഷധവാസകായ മൃതകലശഹസ്തായ ധന്വന്തരി സർവാമയ വിനാശനായ വിഷ്ണുവേ മഹാവിഷ്ണുവേ ഹും ഫട് സ്വാഹ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ചോതി നക്ഷത്രജാതസ്യ ജീവനാമതേ പുരുഷസ്യ മകം നക്ഷത്രജാതസ്യ സമൃദ്ധനാമസ്യ ശ്രിയാഃ തിരുവാതിര നക്ഷത്രജാതസ്യ സൗമ്യനാമസ്യ ശ്രിയാഃ മൂലം നക്ഷത്രജാതസ്യ സൗരവനാമധേയ സകുടുംബാനാം സർവദുരിതക്ഷയാർത്ഥമായ ആരോഗ്യ സിദ്ധ്യർത്ഥം ഗ്രഹപിഴശാന്ത്യർത്ഥം ഓം ശ്രീ വാസുദേവായ ത്രൈലോക്യ പരിപൂരിതായ സർവോക്ഷനിവാസകായ മൃതകലശഹസ്തായ ധന്വന്തരി സർവാമയ വിനാശനായ വിഷ്ണുവേ മഹാവിഷ്ണുവേ ഹും ഫട് സ്വാഹ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ചതയം നക്ഷത്രജാതസ്യ ശീലനാമസ്യ ശ്രിയാഃ തൃക്കേട്ട നക്ഷത്രജാതസ്യ ശൈലജനാമസ്യ ശ്രിയാഃ മകം നക്ഷത്രജാതസ്യ രത്നാകരനായ നാമധേ പുരുഷസ്യ അത്തം നക്ഷത്രജാതസ്യ മാധേരി നാമസ്യ ശ്രിയാഃ തൃക്കേട്ട നക്ഷത്രജാതസ്യ ശ്രീകലനാമസ്യ ശ്രിയാഃ സകുടുംബാനാം സർവദുരിതക്ഷയാർത്ഥമായ ആരോഗ്യ സിദ്ധ്യർത്ഥം ഗ്രഹപീഡശാന്ത്യർത്ഥം സമസ്ത ദോഷ പരിഹാരാർത്ഥം ഓം നമോ വാസുദേവായ ത്രൈലോക്യ പരിപൂരിതായ സർവൗഷധനിവാസകായ അമൃതകലശഹസ്തായ ധന്വന്തരി സർവാമയ വിനാശനായ വിഷ്ണുവേ മഹാവിഷ്ണുവേ ഹും ഫട് സ്വാഹ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. തിരുവാതിര നക്ഷത്രജാതസ്യ ശാന്തുനാമതേ ഉത്രാടം നക്ഷത്രജാതസ്യ പ്രഭാപ്രകാശനാമസ്യ ശ്രിയാഃ അവിട്ടം നക്ഷത്രജാതസ്യ ആരാധ്യനാമസ്യ ശ്രിയാഃ മകീരം നക്ഷത്രജാതസ്യ ഗീതനാമസ്യ ശ്രിയാഃ ഭരണി നക്ഷത്രജാതസ്യ ഇന്ദ്രനാമസ്യ ശ്രിയാഃ സകുടുംബാനാം സർവദുരിതക്ഷയാർത്ഥമായ ആരോഗ്യ സിദ്ധ്യർത്ഥം ഗ്രഹപീഡശാന്ത്യർത്ഥം ഓം ശ്രീ വാസുദേവായ ത്രൈലോക്യ പരിപൂരിതായ സർവോക്ഷനിവാസകായ മൃതകലശഹസ്തായ ധന്വന്തരി സർവാമയ വിനാശനായ വിഷ്ണുവേ മഹാവിഷ്ണുവേ ഹും ഫട് സ്വാഹ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. അശ്വതി നക്ഷത്രജാതസ്യ കൃഷ്ണൻ നാമധേ പുരുഷസ്യ പുനർദം നക്ഷത്രജാതസ്യ രശ്മിനാമസ്യ ശ്രിയാഃ പൂരുരുട്ടാതി നക്ഷത്രജാതസ്യ അംബികനാമസ്യ ശ്രിയാഃ അവിട്ടം നക്ഷത്രജാതസ്യ ആരാധ്യനാമസ്യ ശ്രിയാഃ മകീരം നക്ഷത്രജാതസ്യ ഗീതനാമസ്യ ശ്രിയാഃ സകുടുംബാനാം സർവദുരിതക്ഷയാർത്ഥമായ ആരോഗ്യ സിദ്ധ്യർത്ഥം ഗ്രഹപീഡശാന്ത്യർത്ഥം സമസ്ത ദോഷ പരിഹാരാർത്ഥം ജാതക ദോഷ നിവർത്യർത്ഥം ഓം നമോ ഭഗവതേ വാസുദേവായ ത്രൈലോക്യ പരിപൂരിതായ സർവൗഷധനിവാസകായ അമൃതകലശഹസ്തായ ധന്വന്തരി സർവാമയ വിനാശനായ വിഷ്ണുവേ മഹാവിഷ്ണുവേ ഹും ഫട് സ്വാഹ. ഓം ധന്വന്തരമൂർത്തയേ നമഃ.
ഓം ധന്വന്തരമൂർത്തയേ നമഃ. തിരുവാതിര നക്ഷത്രജാതസ്യ ശാന്തൂനാമരുദ്രാണം നക്ഷത്രജാതസ്യ പ്രഭാപ്രകാശനാമസ്യ ശ്രീയാഃ സകുടുംബ സർവദുരിതക്ഷയാത്മമായൂരാരോഗ്യ സിദ്ധ്യർത്ഥം ഗ്രഹപീഡ ശാന്ത്യർത്ഥം ശത്രുദോഷ പരിഹാരാർത്ഥം സാമദോപദോഷ നിവർത്യർത്ഥം ഓം നമോ ഭഗവതേ വാസുദേവായ ത്രൈലോക്യ പരിപൂരിതായ സർവോക്ഷനിവാസകായ അമൃതകലശഹസ്തായ ധന്വന്തരി സർവാമയ വിനാശനായ വിഷ്ണുവേ മഹാവിഷ്ണുവേ ഹും ഭട്ട് സ്വാഹാ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം അത്തം നക്ഷത്രജാതസ്യ കൃഷ്ണൻ കുട്ടിനായ നാമധേ പുരുഷസ്യ പൂരുരുട്ടാതി നക്ഷത്രജാതസ്യ വത്സരകുമാരി നാമസ്യ ശ്രീയാഃ ചിത്ര നക്ഷത്രജാതസ്യ ജയശ്രീ നാമസ്യ ശ്രീയാഃ സകുടുംബാനാം സർവദുരിതക്ഷയാർത്ഥമായൂരാരോഗ്യ സിദ്ധ്യർത്ഥം ഗ്രഹപീഡ ശാന്ത്യർത്ഥം സമസ്തദോഷ പരിഹാരാർത്ഥം ഓം നമോ ഭഗവതേ വാസുദേവായ ത്രൈലോക്യ പരിപൂരിതായ സർവൗക്ഷനിവാസകായ അമൃതകലശഹസ്തായ ധന്വന്തരി സർവാമയ വിനാശനായ വിഷ്ണുവേ മഹാവിഷ്ണുവേ ഹും ഭട്ട് സ്വാഹാ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം മകീരം നക്ഷത്രജാതസ്യ ജ്യോതിനാമോദയ സകുടുംബാനാം സർവദുരിതക്ഷയാർത്ഥം ആയുരാരോഗ്യ സിദ്ധ്യർത്ഥം ഗ്രഹപീഡ ശാന്ത്യർത്ഥം സമസ്തദോഷ പരിഹാരാർത്ഥം ഓം നമോ ഭഗവതേ വാസുദേവായ ത്രൈലോക്യ പരിപൂരിതായ സർവൗക്ഷനിവാസകായ അമൃതകലശഹസ്തായ ധന്വന്തരി സർവാമയ വിനാശനായ വിഷ്ണുവേ മഹാവിഷ്ണുവേ ഹും ഭട്ട് സ്വാഹാ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. 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 ഓം ധന്വന്തരമൂർത്തയേ സുഹൃത്തുക്കളായ സജ്ജനങ്ങളെ, ധന്വന്തരി സമൂഹ സ്തോത്ര ജപം ആരംഭിക്കുകയാണ്. എല്ലാവരും നിവർന്നിരിക്കുക. ഓരോ മന്ത്രങ്ങളും പറഞ്ഞു കഴിയുമ്പോൾ ഓം ധന്വന്തരി മൂർത്തിയെ നമഃ എന്ന മന്ത്രത്തെ ജപിക്കാം. ധന്വന്തരി മൂർത്തിയുടെ അഷ്ടോത്തര ജപമാണ്. ധകാരാദി അഷ്ടോത്തരമാണ് ധന്വന്തരി മൂർത്തിയുടെ. എല്ലാവരും ഓരോ മന്ത്രങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴും ഓം ധന്വന്തരമൂർത്തിയെ നമഃ എന്ന മന്ത്രത്തെ ഭക്തിയോടുകൂടി ജപിക്കുക. ഒപ്പം തന്നെ എല്ലാ ആമയങ്ങൾ രോഗങ്ങളെല്ലാം ഒഴിയണേ എന്നും എല്ലാവരും നല്ലതുപോലെ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുക. ഓം ധന്വന്തരമൂർത്തേ
നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം ധന്വന്തരേ നമഃ. ഓം ധർമ്മധ്വജായ നമഃ. ഓം ധരാവല്ലഭായ നമഃ. ഓം ധീരായ നമഃ. ഓം ദീക്ഷണമന്ധ്യായ നമഃ. ഓം ധാർമ്മികായ നമഃ. ഓം ധർമ്മനിയമകായ നമഃ. ഓം ധർമ്മരൂപായ നമഃ. ഓം ധീരോക്തഗുണോജ്ജലായ നമഃ. ഓം ധർമ്മവിധേ നമഃ. ഓം ധനാധാരിണേ നമഃ. ഓം ധാത്രേ നമഃ. ഓം ധാതൃവരപ്രദായ നമഃ. ഓം ധാത്രീർത്ഥിതായ നമഃ. ഓം ധരാധരരൂപായ നമഃ. ഓം ധാർമ്മികപ്രിയായ നമഃ. ഓം ധാർമ്മികവന്ധ്യായ നമഃ. ഓം ധാർമ്മികജനതാധൃതായ നമഃ. ഓം ധനദാതിസമർച്ചിതായ നമഃ. ഓം ധനഞ്ജയരൂപായ നമഃ. ഓം ധനഞ്ജയവന്ധ്യായ നമഃ. ഓം ധനഞ്ജയസാരഥേ നമഃ. ഓം ദീക്ഷണരൂപായ നമഃ. ഓം ദീക്ഷണസേവ്യായ നമഃ. ഓം ദീക്ഷണദായകായ നമഃ. ഓം ധാർമ്മികസിദ്ധാമണേ നമഃ. ഓം ധിപ്രഥായ നമഃ. ഓം ധാനഗമ്യായ നമഃ. ഓം ധാതൃദേയപദാംബുജായ നമഃ. ഓം ധീരസംപൂജ്യായ നമഃ. ഓം ധീരസമർച്ചിതായ നമഃ. ഓം ധീരരത്നായ നമഃ. ഓം ദുരന്ധരായ നമഃ. ഓം ധിരൂപായ നമഃ. ഓം ദീക്ഷണപൂജ്യായ നമഃ. ഓം ധീരസികാമണേ നമഃ. ഓം ദുരന്തരാഗ്രണേ നമഃ. ഓം ധൂപദീപാദവിഗ്രഹായ നമഃ. ഓം ധൂമാദിമാർഗദർശകായ നമഃ. ഓം ദൃഷ്ടായ നമഃ. ഓം ദൃഷ്ടധ്യമനായ നമഃ. ഓം ധേനികാസുരസൂധനായ നമഃ. ഓം ധേനികവ്രജരക്ഷകായ നമഃ. ഓം ധേനികാസുരവരപ്രദായ നമഃ. ഓം ധൈര്യായ നമഃ. ഓം ധൈര്യാവതാമഗ്രണേ നമഃ. ഓം ധൗമ്യായ നമഃ. ഓം ധൗമ്യേഷ്ഠിതായ നമഃ. ഓം ധൗമാധിമുനസ്തുതായ നമഃ. ഓം ധൗമ്യവരപ്രദായ നമഃ. ഓം ധർമ്മസേധവേ നമഃ. ഓം ധർമ്മമാർഗപ്രവർത്തകായ നമഃ. ഓം ധർമ്മമാർഗവിഘ്നകൃതസൂധനായ നമഃ. ഓം ധർമ്മരാജേ
ധീരശ്രീം നമഃ. ഓം ധനുർവാണകരായ നമഃ. ഓം ധർമ്മമാർഗവരപ്രഥമന്ധ്യായ നമഃ. ഓം ധാർമ്മയത്രയമന്ദിരായ നമഃ. ഓം ധനുർവാദാദിരോഗജ്ഞായ നമഃ. ഓം ധനധാന്യപ്രദായകായ നമഃ. ഓം ധാരണരൂപായ നമഃ. ഓം ധാരണമാർഗദർശകായ നമഃ. ഓം ധ്യാനശീലായ നമഃ. ഓം ധ്യാനമാതൃസുലഭായ നമഃ. ഓം ധാതൃതാപത്രയഹരായ നമഃ. ഓം ധനനാഥപരദായ നമഃ. ഓം ധനധാന്യമത്തജനസൂധനായ നമഃ. ഓം ധൂമകേതുവരപ്രദായ നമഃ. ഓം ധർമാദീക്ഷായ നമഃ. ഓം ധേനുരക്ഷാധൂരീനായ നമഃ. ഓം ധരണീരക്ഷണധൂരീനായ നമഃ. ഓം ധരണീഭാരാപഹാരകായ നമഃ. ഓം ധീരസംരക്ഷണായ നമഃ. ഓം ധർമാഭിവൃദ്ധികർത്രേ നമഃ. ഓം ധർമ്മഗോത്രേ നമഃ. ഓം ധർമ്മകർത്രേ നമഃ. ഓം ധർമ്മ സംബന്ധവേ നമഃ. ഓം ധർമ്മഹേതവേ നമഃ. ഓം ധാർമ്മിക പ്രജലക്ഷധൂരീനായ നമഃ. ഓം ധനഞ്ജയദേവാദുഷ്ടായ നമഃ. ഓം ധനഞ്ജയ സഹായകൃതേ നമഃ. ഓം ധനഞ്ജയ സ്തോത്രപാത്രായ നമഃ. ഓം ധനഞ്ജയ ഗർഭഹർത്രേ നമഃ. ഓം ധനഞ്ജയ സ്തുതിഹർഷിതായ നമഃ. ഓം ധനഞ്ജയ വിയോഗഹിന്യായ നമഃ. ഓം ധനഞ്ജയ ഗീതോപദേശകർത്രേ നമഃ. ഓം ധർമ്മവിചാരപാരായണായ നമഃ. ഓം ധർമ്മസാക്ഷിണേ നമഃ. ഓം ധനതൃപ്തജനദൂരകായ നമഃ. ഓം ധർമ്മപാലകായ നമഃ. ഓം ധൈര്യാവതധൈര്യദായ നമഃ. ഓം ധർമ്മഗോത്രോപദേശകായ നമഃ. ഓം ധർമ്മതനയമന്ധ്യായ നമഃ. ഓം ധർമ്മരൂപവിദൂരവന്ധ്യായ നമഃ. ഓം ധർമ്മതനയസ്തുഭ്യായ നമഃ. ഓം ധർമ്മതനയമാന്യായ നമഃ. ഓം ധനാമൃതഹസ്തായ നമഃ. ഓം ധർമ്മധനയവരപ്രദായ നമഃ. ഓം ധർമ്മവരപ്രദായ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ മൃതകലശഹസ്തായ ധന്വന്തരി സർവാമയ വിനാശനായ വിഷ്ണുവേ മഹാവിഷ്ണുവേ ഹും ഭട്ട് സ്വാഹ. പൂരുരുട്ടാതി നക്ഷത്രജാതസ്യ നക്ഷത്ര ലക്ഷ്മി നാമ ദർശനം കൃഷ്ണൻ നാമ നക്ഷത്ര നാമ ശ്രീയാഹ അത്തം നക്ഷത്രജാതസ്യ കൃഷ്ണൻകുട്ടി നായർ നാമ പുരുഷസ്യ സകുടുംബാനാം സർവദുരിതക്ഷയാർത്ഥമായ ആരോഗ്യ സിദ്ധ്യർത്ഥം ഗ്രഹപീഡശാന്ത്യർത്ഥം ഓം നമോ ഭഗവതേ വാസുദേവായ അമൃതകലശഹസ്തായ ധന്വന്തരി സർവാമയ വിനാശനായ വിഷ്ണുവേ മഹാവിഷ്ണുവേ ഹും ഭട്ട് സ്വാഹ. എല്ലാവരും പ്രാർത്ഥിച്ചിരിക്കുക.
നമ്മുടെ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞാനയജ്ഞത്തിൻ്റെ 2ാം ദിവസത്തെ ധനത്തിരി ഹോമം സമർപ്പിക്കുകയാണ്. പൂർണ്ണാഹുതിക്ക് ശേഷം ഓരോരുത്തരായി വന്നു ആ ദ്രവ്യത്തെ യജമാനാവുന്ന പ്രസിഡന്റ് സമർപ്പിച്ചതിന് ശേഷം ആദ്യം പുരുഷന്മാര് ദ്രവ്യത്തെ സമർപ്പിച്ച് പ്രസാദം സ്വീകരിച്ചതിന് ശേഷം അമ്മമാരെ ഓരോരുത്തരായി വന്ന് ആ ദ്രവ്യത്തെ ഹോമകുണ്ടത്തിലേക്ക് സമർപ്പിക്കും. അവിടെ ഒരു തട്ടം വെക്കും. നമ്മൾ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ച് ആ തട്ടത്തിലിരിക്കുന്ന നെല്ലിക്ക ആ തട്ടത്തിലേക്ക് സമർപ്പിച്ചിട്ട് വേണം ദ്രവ്യത്തെ ഹോമകുണ്ടത്തിലേക്ക് സമർപ്പിക്കുക. Hare Krishna
സന്ധ്യോഗപീഠസ്ഥിതം വാമേ ജാനുതലേ ദദാനമപരം ഹസ്തേ സുവിദ്യാനിധി അവിപ്രവ്രാതവ്രതോ പ്രസന്നമനസം ബാന്ധോരുഹംഗദ്യുതി പരാശരപുണ്യമധീവചരിതം വ്യാസം സ്മരേ സിദ്ധേദം. ചർമ്മം കൊണ്ടുടയാടയുണ്ടു നിധിലീതി കണ്ണുണ്ടിന്നുമേ ചന്ദ്രൻ മൗലിയിലുണ്ടു ചാരുനദിയും കൂടത്തഹോ ചാടുമാൻ കരതാരിലുണ്ടു ചുടലപ്പാമ്പുണ്ടു സർവാംഗവും ചർമാധീശാഭവൻ ചരിതമിതി ചിത്രം ശർമ്മമേകീടുമീ ശ്രീ മഹാദേവ തൃപാദങ്ങൾ തൊഴുന്നേ. ആറും നീറുമേലിമ്പതുമ്പമലരും പമ്പമ്പിളിത്തെല്ലും മാറും മാറിലണിഞ്ഞു ശങ്കരപദം ചിന്തിപ്പവർക്ക് അജ്ഞസാമാറും മാറിനകത്തു കയറി അമരും താപങ്ങൾ പാപങ്ങൾ പോയി മാറും കൂറോട് ചേർന്നു കൊൽഗമനമേ തൽപാതയുഗ്മമേ സദാ. ഓം നമഃ ശിവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സുഹൃത്തുക്കളായ സജ്ജനങ്ങളെ, നമ്മുടെ ക്ഷേത്രത്തിൽ സമാചരിച്ചു വരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന്റെ പരമപ്രധാനവും ശ്രേഷ്ഠവുമായിരിക്കുന്ന രണ്ടാം ദിവസമായിരിക്കുന്ന ഇന്ന് അതിവിശിഷ്ടവും ദർശന പ്രാധാന്യമുള്ളതുമായ സമൂഹ ധന്വന്തരി ഹോമം ഭഗവത് തൃപാദങ്ങളിൽ സമർപ്പിച്ചിരിക്കുകയാണ്. നാം എല്ലാവരും തന്നെ നാമനക്ഷത്രാധികാരികൾ പറഞ്ഞ് അതിൻ്റെ ഭാഗമാകുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ അസുലഭമായിരിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോകുന്നത്. എന്തെന്നാൽ പ്രത്യക്ഷ കൃഷ്ണസ്വരൂപമായ ശ്രീമദ് ഭാഗവതം നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ ശാസ്ത്രഗ്രന്ഥത്തെ വീണ്ടും വീണ്ടും കേൾക്കുവാൻ സാധിക്കുന്നത് എന്തെന്നാൽ മുൻജന്മാർജിതമായ സുഹൃതമുള്ളത് കൊണ്ടാണ് നമുക്കത് സാധ്യമാകുന്നത്. ഇന്ന് പാരായണ ഭാഗങ്ങൾ പുരോഗമിക്കവേ അതിവിശിഷ്ടമായിരിക്കുന്ന സപ്തമസ്കന്ധം പാരായണം ആരംഭിച്ചു. അതില് ശ്രേഷ്ഠമായിരിക്കുന്ന ഭഗവാന്റെ നരസിംഹ അവതാര കഥാപ്രകരണം പാരായണം ചെയ്ത് സമർപ്പിക്കുകയുണ്ടായി. സപ്തമസ്കന്ധത്തില് കർമ്മവാസനകളുടെ ശക്തിയെ കാണിക്കുന്ന പ്രകരണങ്ങളാണ്
സപ്തമസ്കന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയും. കർമ്മവാസനകളെ തടയുന്നതിന് മുഖ്യമായ ഉപാധി ത്യാഗസമ്പൂർണമായ ധാർമ്മിക ജീവിതമാണെന്നും അത് സാധിക്കുവാൻ നിഷ്കാമമായ ഈശ്വര ഭക്തി തന്നെയാണ് അത്യന്താപേക്ഷിതമായിട്ടുള്ളത് എന്ന് സമർത്ഥിക്കുകയാണ് ഭാഗവതകാരൻ സപ്തമസ്കന്ധത്തിലൂടെ. ഈ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷിത് മഹാരാജാവിന് ഈ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷിത് മഹാരാജാവിന് കഥകൾ കേൾക്കും തോറും വീണ്ടും സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് കഥകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കഥ കേൾക്കുവാൻ ഇഷ്ടമല്ലാത്തവരാരും തന്നെ ഇല്ല എന്നുള്ളതാണ്. എന്തെന്നാൽ ഭാഗവതത്തിൽ വിവിധങ്ങളായ കഥകളെ പറയുമ്പോഴും ഭാഗവതം തന്നെ പറയുന്നു, വിഷയത്തെ രമിപ്പതിനായിട്ട് മറ്റുള്ള കഥകളെല്ലാം വിഷയത്തെ രമിപ്പതിനായിട്ടാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്, കഥകളെ പറഞ്ഞിരിക്കുന്നത്. അന്നേരം നമ്മള് ഈ കുട്ടികൾക്ക് കൈപ്പേറിയ ഗുളിക നൽകുമ്പോൾ ലേശം പഞ്ചസാര അവരുടെ നാവിൻതുമ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ആ കൈപ്പേറിയ ഗുളിക കൊടുക്കുമ്പോൾ പഞ്ചസാരയുടെ മാധുര്യം കൊണ്ട് ആ കൈപ്പേറിയ ഗുളിക നിസാരഭാവത്തിൽ കുട്ടികൾ സ്വീകരിക്കുന്നത് പോലെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് വേദാന്ത തത്വങ്ങളെ ഗ്രഹിക്കുവാൻ കഥകളിലൂടെ ആ വേദാന്ത തത്വങ്ങളെ നമുക്ക് പകർന്നു നൽകുകയാണ് ഭാഗവതം ചെയ്യുന്നത്. ഇനി പരീക്ഷിത് മഹാരാജാവ് സുഖബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്, മഹർഷി, ജീവികൾക്കെല്ലാം പ്രിയനും സുഹൃത്തും സമദർശനമായ ഭഗവാൻ ഇന്ദ്രന് വേണ്ടി ദൈത്യന്മാരെ വഞ്ചിച്ചതെന്ത്? അദ്ദേഹം ദേവപക്ഷപാതിയാണെന്ന് തോന്നിപ്പോകുന്നു. ഈ സംശയം തീർത്തു തരണം. എല്ലാവരോടും സമദർശനയോടുകൂടി കാണുന്ന, അല്ലെങ്കിൽ സർവചരാചരങ്ങളെ തുല്യഭാവത്തിൽ കാണുന്ന ഭഗവാൻ നാരായണൻ ഇന്ദ്രന് വേണ്ടി അല്ലെങ്കിൽ ദേവന്മാർക്ക് വേണ്ടി ദൈത്യന്മാരെ നിഗ്രഹിക്കുന്നു. അദ്ദേഹം ദേവപക്ഷപാതിയാണെന്ന് തോന്നിപ്പോകുന്നു. ഈ സംശയം തീർത്തു തരണം എന്നാണ് ആര് ചോദിക്കുന്നത്? ഈ കഥ കേട്ടോണ്ടിരിക്കുന്നത് ആരാ? പരീക്ഷിത്ത. നമ്മൾ ഇരിക്കുന്ന പരീക്ഷത്തിന്റെ പീഠത്തിലാണ്. ഇതിലെ പരീക്ഷിത്ത് മഹാരാജാവ് ഈ സംശയത്തെ തീർത്തു തരണം. നമുക്ക് സംശയമില്ല. സംശയമില്ലാത്ത രണ്ടു കൂട്ടരായിരുന്നു ലോകത്തുണ്ടായിരുന്നത്. ഒന്നെല്ലാം അറിയുന്നവർക്ക് സംശയമില്ല, ഇന്നൊന്നും അറിയാത്തവർക്കും സംശയം. മൂന്നാമതൊരു കൂട്ടരോട് ഉണ്ടായി. ആ കരിയത്തമ്മയുടെ